ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 13-ാം തിരുവചനം. ഹാഗാർ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഈശോയെ അങ്ങ് എത്രയോ വലിയവൻ, അങ്ങേ നാമം ഞങ്ങൾ പുകഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങളെ കാണുന്നവനെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അങ്ങേ കണ്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈശോയെ, അങ്ങ് ഞങ്ങളെ കാണുന്നുണ്ട്, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുർബാനയായി തീർന്നവനേ, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 13-ാം തിരുവചനം. ഹാഗാർ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഈശോയെ അങ്ങ് എത്രയോ വലിയവൻ, അങ്ങേ നാമം ഞങ്ങൾ പുകഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങളെ കാണുന്നവനെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അങ്ങേ കണ്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈശോയെ, അങ്ങ് ഞങ്ങളെ കാണുന്നുണ്ട്, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയേ